ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് സുപ്പ് നല്ലൊരു അടിപൊളി കിടക്കാച്ച ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയിൽ നന്നായിട്ട് നരയൊക്കെ ഉണ്ടല്ലോ. വയസ്സ് 50 ആകുമ്പോഴത്തേന് അല്ല 30 കഴിഞ്ഞാൽ പിന്നെ നരയൊക്കെ വന്ന് തുടങ്ങും കേട്ടോ. തുടക്കക്കാർക്കൊക്കെ ഇത് സൂപ്പറാണ്, കിടുക്കാച്ചയാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. സുപ്പിനോട് ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നീ മുടി കറപ്പിക്കുന്നത്, എങ്ങനെയാണ് നീ കളറാക്കുന്നത് മുടി? സുപ്പ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ കെമിക്കൽ ഡൈ ഇതുവരെയും സുപ്പ് മുടിയിൽ തേച്ചിട്ടില്ല കേട്ടോ. ഇതേപോലെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ തേക്കാറുള്ളത്. മുടി കറപ്പിക്കുന്നത് എങ്ങനെയാണ്, മുടി കറപ്പിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഒരു അടിപൊളി ഒരു ടിപ്പാണിത്. നീലയമരി പൗഡറും കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോണം, നിങ്ങളിത് ചെയ്ത് നോക്ക്. നീലയമരി പൗഡറും ഹെന്ന പൗഡറും കൂടെ ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ച് വയ്ക്കുക രാത്രിയിൽ. അഥവാ നിങ്ങൾ രാവിലെ ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ ചെയ്തിട്ട് വൈകിട്ടാകുമ്പോഴത്തേന് ഇത് തേച്ച് പിടിപ്പിക്കുക. ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നീലയമരി പൗഡറും ഹെന്ന പൗഡറും കൂടെ ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ച് രാത്രിയിൽ ഒരു ചീനച്ചട്ടിയിൽ വയ്ക്കും. എന്നിട്ട് രാവിലെയാണ് ഞാനിത് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. എളുപ്പമാണ് ഈ ഒരു ടിപ്പ്. വേറൊന്നും നമുക്ക് ചെയ്യേണ്ട. ഇതൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടത്തുള്ളൂ കേട്ടോ. ഹെന്ന പൗഡറും നീലയമരി പൗഡറും കൂടെ നന്നായിട്ട് ഒരുപാട് ചൂടുള്ള വെള്ളത്തിലല്ല, ചെറിയ ചൂടുവെള്ളത്തിൽ നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നമുക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ പാത്രത്തിലോ വല്ലതും ആണെങ്കിൽ നമ്മുടെ ആണിയോ ഇരുമ്പിൻ്റെ കഷ്ണം വേറെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, അതൊക്കെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ലൊരു കളർ നമുക്ക് നന്നായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പഴയ ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ എല്ലാവരുടെയും കയ്യിൽ കാണത്തില്ലേ കുഞ്ഞുങ്ങളെ, അല്ലേ? കാണും. സുപ്പ് ഇരുമ്പ് ചീനച്ചട്ടിക്കകത്താണ് ഇത് മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് നമ്മുടെ മുടിക്കോ തലയ്ക്കോ ഒന്നും ഒരു കേടുപാടും ഉണ്ടാക്കത്തില്ല. ഇതേപോലുള്ള നമ്മൾ നാച്ചുറലായിട്ടുള്ള ഡൈയൊക്കെ ചിലർക്ക് ഈ കെമിക്കൽ ഡൈയൊക്കെ പുരട്ടുമ്പോൾ തലവേദനയൊക്കെ ഉണ്ടാവത്തില്ലേ, കണ്ണിന് പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെ പലർക്കും പല പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങളെ ഈ ഒരു ഡൈ ഒന്ന് ചെയ്ത് നോക്കൂ. അടിപൊളി റിസൾട്ടാണ്. നമുക്ക് നന്നായിട്ട് മുടിയൊക്കെ കളറായിട്ട് കിട്ടും കേട്ടോ. എന്നും വെച്ച് നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ ചിലർ പറയുമോ നിങ്ങളുടെ മുടിയിൽ നരയില്ലല്ലോ. നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ നരയൊക്കെ നന്നായിട്ട് മാറി. എൻ്റെ ഈ സൈഡിലൊക്കെ നന്നായിട്ട് നരയുണ്ട് കേട്ടോ, നന്നായിട്ട് നരയുണ്ട്. നമ്മളിങ്ങനെ ഇത് തുടർച്ചയായിട്ട് ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മുടിക്ക് നല്ലൊരു മാറ്റം കിട്ടത്തുള്ളൂ കേട്ടോ. ഒരു ദോഷഫലങ്ങളും ഇല്ലാത്തൊരു സംഭവമാണല്ലോ. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. ഏതാണെങ്കിലും നമ്മളത് അടുപ്പിച്ച് ഇതല്ല മറ്റ് വേറെ ഏത് ഡൈ ആണെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ നിങ്ങളും ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി വേറെ ഒരു സംഭവങ്ങളും വേണ്ടല്ലോ. നമ്മുടെ ഇതിന് ഹെന്ന പൗഡർ ഇരിപ്പുണ്ടെങ്കിൽ അതും നീലയമരി പൗഡർ മാത്രം മതി കേട്ടോ നമ്മുടെ മുടി കറുപ്പിക്കാൻ. വേറെ ഒരു സംഭവങ്ങളും ഈ ഒരു കൂട്ടിൽ വേണ്ട. നിങ്ങൾ ചെയ്ത് നോക്കുമല്ലോ. നമ്മുടെ അല്ലാതുള്ള മുഖത്ത് നമ്മൾ ചെയ്യുന്ന ടിപ്പുകളാണെങ്കിലും ഒരു കുഴപ്പങ്ങളോ ഇല്ലാത്ത സംഭവങ്ങളാണ് കേട്ടോ. നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ മുഖമൊക്കെ വെളുക്കാനും തൊടുക്കാനും കൈമംഗല്യം മാറാനും കറുത്ത പാടുകളൊക്കെ മാറാനും നമ്മൾ ചെയ്യുന്നത്. നിങ്ങളും അതും തുടർച്ചയായിട്ട് തന്നെ ഇട്ട് നോക്കണം കേട്ടോ. അകാല നരയ്ക്കൊക്കെ ഞാൻ പറഞ്ഞ ഈ ഡൈ നിങ്ങൾ ചെയ്ത് നോക്കണം. അകാല നരയൊക്കെ മാറി കിട്ടും കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു പിള്ളേർക്ക് വരെ നര വരുന്നുണ്ടല്ലേ. അതൊന്നും സാരമില്ല. നിങ്ങളിങ്ങനെ ആരംഭത്തിലേക്ക് എന്നെപ്പോലെ തുടക്കക്കാർക്കൊക്കെ എനിക്ക് എന്നേ വന്നതാണ് നര. ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കേ. നമ്മുടെ ഈ പനിക്കൂർക്ക വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ആ നീരൊക്കെ എടുത്ത് നമുക്ക് പല ഡൈകൾ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതൊന്നും നമുക്ക് ഒരു ദൂഷ്യഫലങ്ങളും ഇല്ലാത്തതാണ്. പനിക്കൂർക്ക അറിയത്തില്ലേ, നമ്മുടെ ഇവിടെ ഞവരയില എന്ന് പറയും. ഇതൊക്കെ വെച്ച് തന്നെ നമ്മൾ ആ ഞവരയിലയുടെ നീര് വെറുതെ ആണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു നമ്മുടെ ഹെന്ന പൗഡറിനകത്തോ നീലയമരി പൗഡറിനകത്തോ മിക്സ് ചെയ്ത് നിങ്ങൾ ഒന്ന് പുരട്ടി നോക്കേ. നമുക്ക് നല്ല മാറ്റം കിട്ടും കേട്ടോ. മുടിയിൽ നരയ്ക്ക് നല്ല മാറ്റം കിട്ടും കേട്ടോ.
ഇപ്പോഴിത് തുടർച്ചയായിട്ട് തന്നെ നമ്മളിത് ചെയ്യാൻ നോക്കണം. ചിലർ പറയുമ്പോൾ വെറുതെയാണ് ഇതൊക്കെ പുരട്ടിയിട്ട് ഒരു മാറ്റമില്ല. പക്ഷേ അത് തുടർച്ചയായിട്ട് ചെയ്ത് നോക്കണം. ഏത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് വിശ്വാസത്തോടെ ചെയ്താൽ ഏത് കാര്യങ്ങളും സഫലമാവും കേട്ടോ. വിശ്വസിക്കണം. അല്ലാതെ അവരങ്ങനെ പറഞ്ഞു ഇവരങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് നമ്മൾ ചെയ്തിട്ട് നോക്കുമ്പോൾ വെളുത്തിരിക്കുന്ന അവൾ ചുമ്മാ പറയുക എന്നൊക്കെ പറയും. പക്ഷേ അത് നമുക്കൊക്കെ അത് നമ്മളൊക്കെ അത് ചെയ്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. അതാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. കെമിക്കൽ ഡൈ ഒക്കെ മാറ്റിയിട്ട് എനിക്കറിയത്തില്ല കേട്ടോ. ഈ കെമിക്കൽ ഡൈ ഒക്കെ ചെയ്തവർക്ക് അത് എത്രമാത്രം ഇത് പെട്ടെന്ന് നമ്മുടെ മുടിയിൽ ഇതായി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ കെമിക്കൽ ഡൈ പുരട്ടാത്തൊരാളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിക്ക് നല്ല റിസൾട്ട് കിട്ടും. പക്ഷേ മറ്റേത് അവർ പുരട്ടി കഴിഞ്ഞ് എന്താവും എനിക്കറിയത്തില്ല കേട്ടോ. നമുക്കതിനെപ്പറ്റി അറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ളവർ ഞാൻ കെമിക്കൽ ഡൈ ആണ് പുരട്ടുന്നത്, ഇത് ശരിയാവുമോ എന്നൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അതിനെപ്പറ്റി സുപ്പനി യാതൊരു അറിവില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങളത് കുറച്ച് ദിവസം ഇങ്ങനെ ആ കെമിക്കൽ ഡൈ ഒന്ന് പുരട്ടാതിരുന്നിട്ട് നമ്മളിതൊന്ന് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ പിന്നെ ഈ സംഭവം നമ്മുടെ തലയിൽ ഇരിക്കുമല്ലേ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എനിക്ക് അറിയത്തില്ല, ഒട്ടും അറിയാൻ വയ്യ കേട്ടോ. അതുകൊണ്ടാണ് സംശയം നമ്മളിങ്ങനെ പറയുന്നത്. അതല്ല നമ്മൾ ഒത്തിരിയും ദിവസം ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് ഇതൊന്ന് തേച്ച് നോക്കണം. അതല്ലേ അതിന് നല്ലത്. അപ്പോൾ ഈ ഒരു ഡൈ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. സൂപ്പറാണ്. നമ്മളൊക്കെ നല്ല മുടി കറുപ്പിക്കുന്നത് ഈ ഒരു വിദ്യ കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നും വേണ്ട. കുറച്ച് ചൂടുവെള്ളം എടുക്കുക, കുറച്ച് നീലയമരി പൗഡർ എടുക്കുക, കുറച്ച് ഹെന്ന പൗഡർ എടുക്കുക, മിക്സ് ചെയ്യുക, ഒരു ചീനച്ചട്ടിയിൽ വയ്ക്കുക. അത് പിറ്റേന്ന് എടുത്താൽ മതി കേട്ടോ. നമ്മൾ അന്നേരം എടുക്കേണ്ട. പിറ്റേന്ന് ചെയ്ത് മുടിയിൽ ഒട്ടുമേ എണ്ണയും പാടില്ല കേട്ടോ. ഇത് ചെയ്യുമ്പോൾ മുടിയിൽ ഒട്ടുമേ എണ്ണ പാടില്ല. ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് ഒക്കുമെങ്കിൽ ഒരു 2 മണിക്കൂർ നിന്ന് അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ഷാമ്പൂ ഒന്നും ഇല്ലാതെ ഇത് കഴുകി മാറ്റണം കേട്ടോ. ഷാമ്പൂ ഒന്നുമില്ലാതെ നമ്മളിത് കഴുകി മാറ്റണം. സൂപ്പറാണ്, അടിപൊളിയാണ് ഈ ഒരു ഡൈ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതൊക്കെ നമ്മൾ പുരട്ടി ഇങ്ങനെ കറപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. സത്യം കള്ളത്തരം നമ്മൾ പറയത്തില്ല കേട്ടോ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയ സംഭവമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ.